രാജ്യത്തെ യുവാക്കളുടെ ഹരമായ ഒരു യുവ നേതാവ്, ആസാദി എന്ന മുദ്രാവാക്യ ഗീതത്തിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു നേതാവ്, AISFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം, ഇപ്പോൾ NSUവിൻ്റെ മുഖമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന കനയ്യകുമാർ. രാഷ്ട്രീയ പ്രശ്നങ്ങളിലും സാമുദായിക പ്രശ്നങ്ങളിലും എല്ലാം ഇടപെട്ട ജനസ്വീകാര്യത പിടിച്ചെടുത്ത കനയ്യകുമാറിനെതിരെ ഇവിടുത്തെ സംസ്കാരത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലൊരു പ്രവർത്തനം നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയിൽ ആകർഷണമായി കോൺഗ്രസിന്റെ മുഖ്യധാരയിലേക്ക് നടന്നെത്തിയ കനയ്യകുമാറിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു കോൺഗ്രസ്. കാര്യമായ രീതിയിൽ പരിഗണിച്ച് തന്നെയാണ് കനയ്യകുമാറിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. കോൺഗ്രസിലെ യുവാക്കളുടെ മുഖമായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കനയ്യകുമാർ BJPയുടെ ഏറ്റവും ശക്തിയാർന്ന ഇടങ്ങളിൽ അവർക്കെതിരെ ഒരു ആയുധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കനയ്യകുമാറിനെ ആക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പ്രവൃത്തി ചെയ്തു എന്ന ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് കനയ്യകുമാറിന്റെ സന്ദർശനത്തിന് പിന്നാലെ അദ്ദേഹം സന്ദർശിച്ച ക്ഷേത്രം ഗംഗാതലം തളിച്ച് കഴുകിയിരുന്നു. ആ സംഭവം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. ബീഹാറിലെ സഹർസയിലാണ് സംഭവം. കനയ്യ ക്ഷേത്രം വിട്ടതിന് പിന്നാലെ അവിടേക്കെത്തിയ ഒരു സംഘം വെള്ളമൊഴിച്ച് കഴുകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. BJP പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. BJPക്കാരല്ലാത്തവരെല്ലാം അയിത്തമുള്ളവരാണോ എന്ന് കോൺഗ്രസ് ചോദിച്ചു. പലായൻ റോക്കോ റോസ്ഗാർ ദോ, അതായത് കുടിയേറ്റം തുടങ്ങൂ തൊഴിൽ നൽകൂ എന്ന യാത്രയുടെ ഭാഗമായാണ് മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർക്കൊപ്പം കനയ്യകുമാർ ഭഗാവിസ്ഥാൻ ക്ഷേത്രത്തിൽ എത്തിയത്. തലപ്പാവും മാലയും അണിയിച്ചാണ് കനയ്യയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചത്. ക്ഷേത്രത്തിലെത്തിയവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് അല്പനേരം ചെലവഴിച്ചാണ് കനയ്യ മടങ്ങിയത്. പിന്നാലെയാണ് ബക്കറ്റിൽ വെള്ളവും ചൂലുമായി ഒരു സംഘം ഇവിടേക്ക് എത്തി ക്ഷേത്രം കഴുകിയത്. സംഭവത്തെക്കുറിച്ച് കനയ്യകുമാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം കോൺഗ്രസ് വക്താവ് ഗ്യാൻ രഞ്ജൻ ഗുപ്ത BJPക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച രംഗത്ത് വന്നു. RSSകാരും BJPക്കാരും മാത്രമാണോ ശുദ്ധിയുള്ളവർ? മറ്റുള്ളവർ എല്ലാവരും തൊട്ടുകൂടാത്തവരാണോ എന്ന് ഗ്യാൻ രഞ്ജൻ ഗുപ്ത ഇന്ത്യൻ എക്സ്പ്രസിനോട് പ്രതികരിച്ചു. പരശുരാമന്റെ പിൻഗാമികളെയാണ് ഇക്കൂട്ടർ അപമാനിച്ചത്. BJP പാർട്ടി അംഗങ്ങളോ അവരെ പിന്തുണയ്ക്കുന്നവരോ അല്ലാത്ത എല്ലാവരും അയിത്തമുള്ളവരായി മാറുന്ന അൾട്രാ സംസ്കാരവത്കരണത്തിന്റെ പുതിയ കാലത്താണോ നമ്മൾ എത്തി നിൽക്കുന്നത് എന്നും ഗുപ്ത ചോദിക്കുന്നു. അതേസമയം കോൺഗ്രസിന്റെ ആരോപണങ്ങൾ BJP തള്ളി. കനയ്യകുമാറിന്റെ സന്ദർശനത്തിന് ശേഷം ക്ഷേത്രം കഴുകിയ ആളുകൾ ആരാണെന്ന് കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടതെന്ന് BJP വക്താവ് ആസിഫ് തിവാരി പറഞ്ഞു. കനയ്യ വന്നു പോയതിന് ശേഷം ക്ഷേത്രം കഴുകിയെങ്കിൽ അത് കനയ്യ പ്രതികരിക്കുന്ന രാഷ്ട്രീയത്തെ തിരസ്കരിക്കുന്നതാണെന്നും BJP നേതാവ് പ്രതികരിച്ചു. ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ അവിടം കഴുകി വൃത്തിയാക്കുന്നത് രാഷ്ട്രീയപരമായി മുതലെടുക്കുവാൻ ശ്രമിക്കുകയാണോ ഇരുകൂട്ടരും എന്നും സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഒരു നേതാവ് സന്ദർശിച്ച് പോയതിനു ശേഷം ആ ക്ഷേത്രം എന്തിനാണ് കഴുകി ശുദ്ധി വരുത്തുന്നത് എന്ന ചോദ്യം കോൺഗ്രസ് ഉയർത്തുന്നു. അത് എന്തിനാണ് എന്ന് തന്നെയാണ് BJPയുടെയും ചോദ്യമെന്ന് അവരും മറുപടി നൽകുന്നു. ആരാണ് കഴുകി വൃത്തിയാക്കിയതെന്ന് പരിശോധിക്കണം, അതിനുശേഷം മാത്രം ന്യായം പറയുക. ഇനി ഒരു പക്ഷേ കനയ്യകുമാർ അങ്ങനെ വന്ന ശുദ്ധികലശം നടത്തിയെങ്കിൽ പോലും അത് അദ്ദേഹം പ്രതികരിക്കുന്ന പാർട്ടിയുടെ പ്രശ്നമാണെന്ന് കടുത്ത മറുപടി നൽകുന്നു BJP.